മരുഭൂമിയിലെ ആട്ടിടയനിൽ നിന്ന് ലോകകപ്പിന്റെ കാവൽക്കാരനിലേക്ക് അലി റേസ ബൈറാൻവന്തിന്റെ അതിജീവന വിസ്മയം. നാടോടി ജീവിതവും കല്ലെറിഞ്ഞുടച്ച സ്വപ്നങ്ങളും കടന്ന് ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ. തെരുവിലെ ഉറക്കവും വിയർപ്പൊഴുക്കിയ നാളുകളും വെറുതെയായില്ല. ലോകകപ്പ് ഫുട്ബോൾ അതിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിന്റെ ആവേശകരമായ അന്ത്യത്തിലേക്ക് അടുക്കുമ്പോൾ വമ്പന്മാരെ വിറപ്പിക്കുന്ന കുഞ്ഞൻ രാജ്യങ്ങളുടെ പോരാട്ട വീര്യമാണ് കളിമുറ്റത്തെ പ്രധാന ചർച്ചാ വിഷയം. കേപ്പ് വെർദെയുടെ വോസിൻഹയും കുർഖാവോയുടെ എലോയ് റൂമും പോലുള്ള ഗോൾ കീപ്പർമാർ ടൂർണമെന്റിൽ വെന്നിക്കൊടി പാറിക്കുമ്പോൾ ഈ ലോകകപ്പ് വേദിയിൽ ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിക്കുകയും ഒപ്പം കണ്ണീരണിയിക്കുകയും ചെയ്യുന്നത് മറ്റൊരാളാണ്. ഇറാന്റെ 6 അടി 4 ഇഞ്ചുകാരനായ ഗോൾ കീപ്പർ അലി റേസ ബൈറാൻവന്ത്. ഫിഫ റാങ്കിങ്ങിൽ 9ാം സ്ഥാനത്തുള്ള ശക്തരായ ബെൽജിയത്തെ ഇറാൻ ഗോൾ രഹിത സമനിലയിൽ തളച്ചപ്പോൾ വിജയത്തോളം പോന്ന ആ ഒരു പോയിന്റിന് പിന്നിൽ അലി റേസ എന്ന മനുഷ്യന്റെ ചോരയും നീരുമുണ്ടായിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി വന്ന ബെൽജിയത്തിന്റെ ആക്രമണങ്ങളെ നെഞ്ചൂക്കോടെ നേരിട്ട് 7 അസാധ്യ സേവുകളാണ് താരം നടത്തിയത്. ഒടുവിൽ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും വാങ്ങി നിൽക്കുന്ന അലി റേസയുടെ ആ പുഞ്ചിരിക്ക് പിന്നിൽ കല്ലും മുള്ളും നിറഞ്ഞ ഒരു വലിയ അതിജീവനത്തിന്റെ കഥയുണ്ട്. ഇറാനിലെ ലോറിസ്ഥാൻ പ്രവിശ്യയിലെ ഒരു സാധാരണ നാടോടി കുടുംബത്തിലാണ് അലി റേസ ജനിച്ചത്. കുടുംബത്തിന്റെ മൂത്ത മകനായതുകൊണ്ട് തന്നെ ചെറുപ്രായത്തിൽ തന്നെ ആടുകളെ മേയ്ക്കാൻ പോകേണ്ടി വന്നു. കടുത്ത ദാരിദ്ര്യത്തിനിടയിലും ഒഴിവു സമയങ്ങളിൽ കൂട്ടുകാർക്കൊപ്പം ദാൽപാരൻ, അതായത് പരസ്പരം കല്ലെറിയുന്ന ഒരു പ്രാദേശിക കളി കളിക്കുമായിരുന്നു. ആ കളിയിലൂടെയാണ് അലി റേസയ്ക്ക് പന്തുകൾ കൃത്യമായി ദൂരേക്കെറിയാനുള്ള കരുത്ത് കൈവന്നത്. ഇന്ന് ലോക ഫുട്ബോളിലെ തന്നെ ഏറ്റവും നീളമേറിയ ത്രോ എറിയുന്ന ഗോൾ കീപ്പറായി ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടാൻ അലി റേസയെ സഹായിച്ചത് കുട്ടിക്കാലത്തെ ആ കളിയായിരുന്നു. 2016 ഒക്ടോബറിൽ ദക്ഷിണ കൊറിയയ്ക്കെതിരായ മത്സരത്തിൽ 200.14 അടി ദൂരേക്ക് പന്ത് കൈകൊണ്ടെറിഞ്ഞാണ് താരം ആദ്യ റെക്കോർഡിട്ടത്. ഇതിനു പുറമെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും നീളമേറിയ ഡ്രോപ്പ് കിക്കും അലി റേസയുടെ പേരിലാണ്. 78.014 മീറ്റർ. 12ാം വയസ്സിൽ പ്രാദേശിക ക്ലബിൽ കളിച്ചുകൊണ്ട് ഫുട്ബോൾ ജീവിതം തുടങ്ങിയ അലി റേസയുടെ സ്വപ്നങ്ങൾക്ക് മുന്നിൽ സ്വന്തം പിതാവ് തന്നെയായിരുന്നു ആദ്യ തടസ്സം. ഫുട്ബോൾ ഒരു തൊഴിലല്ലെന്നും അത് കുടുംബം പുലർത്താൻ സഹായിക്കില്ലെന്നും വിശ്വസിച്ച പിതാവ് മകന്റെ കളിയോടുള്ള അഭിനിവേശത്തെ ശക്തമായി എതിർത്തു. മകന്റെ ഫുട്ബോൾ ജേഴ്സികളും ഗ്ലൗസുകളും അദ്ദേഹം കീറിയെറിഞ്ഞു. എന്നാൽ സ്വന്തം സ്വപ്നങ്ങളെ അത്ര എളുപ്പം ഉപേക്ഷിക്കാൻ അലി റേസ തയ്യാറല്ലായിരുന്നു. ഫുട്ബോളർ ആകുക എന്ന ലക്ഷ്യത്തോടെ കയ്യിൽ 1 രൂപ പോലുമില്ലാതെ അലി റേസ തന്റെ 14ാം വയസ്സിൽ തലസ്ഥാന നഗരമായ ടെഹ്റാനിലേക്ക് വണ്ടി കയറി. ജീവിക്കാൻ വേണ്ടി കഠിനമായ ജോലികളാണ് ആ കൗമാരക്കാരൻ ചെയ്തത്. കാർ വാഷിംഗ്, വഴിയോര ശുചീകരണം, പിസ്സ ഡെലിവറി, വസ്ത്രനിർമ്മാണശാലയിലെ ജോലി എന്നിങ്ങനെ ജീവൻ നിലനിർത്താൻ കിട്ടിയ ജോലികളെല്ലാം അവൻ ചെയ്തു. പല രാത്രികളിലും തലചായ്ക്കാൻ ഒരിടമില്ലാതെ പ്രശസ്തമായ അസാദി ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ പരിസരത്തുള്ള തെരുവുകളിലാണ് അവൻ ഉറങ്ങിയത്. പിച്ചക്കാരനാണെന്ന് തെറ്റിദ്ധരിച്ച് ആളുകൾ എറിഞ്ഞു നൽകിയ നാണയത്തുട്ടുകൾ പെറുക്കിയെടുത്ത് വിശപ്പടക്കിയ ദിവസങ്ങൾ അലി റേസയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഒടുവിൽ ടെഹ്റാനിലെ നഫ്ത് ക്ലബ് അവനെ പരിശീലനത്തിന് അവസരം നൽകിയതോടെയാണ് ആ ജീവിതം മാറിമറിഞ്ഞത്. തന്റെ കഠിനാധ്വാനവും തളരാത്ത മനസ്സും കൊണ്ട് 2015 അലി റേസ ഇറാന്റെ 1ാം നമ്പർ ഗോൾ കീപ്പറായി മാറി. 2018 ലോകകപ്പിൽ ലോക ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പെനാൽറ്റി തടുത്തിട്ടുകൊണ്ട് അലി റേസ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. അന്ന് റൊണാൾഡോയെ തടഞ്ഞ ആ കൈകൾ ഇതാ 2026 ലോകകപ്പിൽ ബെൽജിയത്തിന്റെ സൂപ്പർ താരങ്ങളുടെ ഗോളെന്നുറച്ച ഷോട്ടുകളെയും അവിശ്വസനീയമാമിതം പറന്നു തടുത്തിരിക്കുന്നു. പട്ടിണിയോടും ദാരിദ്ര്യത്തോടും പൊരുതി തെരുവിലെ തണുപ്പിൽ കിടന്നുറങ്ങിയ ഒരു ആട്ടിടയൻ പയ്യൻ ഇന്ന് ലോക ഫുട്ബോളിന്റെ നെറുകയിൽ എത്തി നിൽക്കുന്നു. അലി റേസ ബൈറാൻവന്തിന്റെ ജീവിതം വെറുമൊരു ഫുട്ബോൾ കഥയല്ല, മറിച്ച് പ്രതിസന്ധികളിൽ തളരാതെ പോരാടിയാൽ ഏതു കൊടുമുടിയും കീഴടക്കാമെന്ന് തെളിയിക്കുന്ന ഏറ്റവും വലിയ മനുഷ്യത്വത്തിന്റെ അതിജീവനത്തിന്റെ നേർചിത്രമാണ്.